ഓട്ടോയിലല്ലേ പോവാ. അതിന് അച്ഛനോട് ഞാൻ പറഞ്ഞു കാർ ബുക്ക് ചെയ്യാൻ. അപ്പൊ അച്ഛൻ കാർ ബുക്ക് ചെയ്ത് നമ്മള് കാറിൽ വെറുതെ പോവാണ്. ഞാൻ അമ്മനോട് കഥയൊക്കെ പറഞ്ഞ് സ്കൂളിലെ വിശേഷമൊക്കെ പറഞ്ഞു ഇല്ലേ കാറിലേക്ക് ഇങ്ങനെ പോയാണ്. അത് സുഖം. ഞാൻ ഇവിടെ ഡൽഹിയിലുള്ള SL മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. കുറേ ആൾ ഈ മാർക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സരോജിനി നഗർ മാർക്കറ്റ് ഡൽഹിയിലുള്ള ഫേമസ് മാർക്കറ്റാണ് സരോജിനി മാർക്കറ്റ്. നമ്മൾ വൈകിട്ടേൽ പോയിട്ട് തിരക്ക് കുറവായിരുന്നു. സാറ്റർഡേ സൺഡേയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ കടയും കുറവായിരുന്നു. സാറ്റർഡേ സൺഡേയിലൊക്കെ ഇവിടെ ഒരുപാട് കടയുണ്ടാവും. ലേഡീസിനുള്ള ഡ്രസ്സാണ് ഇവിടെ കൂടുതലുള്ളത്. ടോയ്സ്, പിന്നെ വാച്ച്, ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഉണ്ട് ഇവിടെ കൂടുതൽ. ജീൻസുകൾ, പിന്നെ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പുകൾ, അതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഇന്ന് ഒരുപാട് ചെരുപ്പിൻ്റെ കടകളൊക്കെ കാണുന്നുണ്ട്. 200, 250 രൂപ ഇങ്ങനെയാണ് ചെരുപ്പിൻ്റെ പൈസ പറയുന്നത്. 100 രൂപ, 150 രൂപയൊക്കെ ഒരു ജീൻസ് കിട്ടുമല്ലോ. പക്ഷെ നോക്കിയിട്ട് എടുക്കണേ. ഇവിടെ വാങ്ങിയ ജീൻസൊക്കെ അടിപൊളിയാണ്. പക്ഷെ ജീൻസൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാമേജ് ആയതൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ അടിപൊളി ക്യാപ്പൊക്കെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഹാറ്റ് വേണമായിരുന്നു, അതുകൊണ്ട് എനിക്ക് മേടിച്ചില്ല. ഇവിടെയുള്ള ഒരു കുറേ തൊപ്പി വെറൈറ്റി ആയിരുന്നു. പക്ഷെ ബാക്കിലുള്ള തൊപ്പി എനിക്ക് വേണമെന്നു. പക്ഷെ അമ്മ മേടിക്കാൻ സമ്മതിച്ചില്ലേ ഇല്ല. ഞാൻ ഓടിപ്പോയി ബഹളം കൊണ്ട് ഇല്ലേ ഈ ക്യാപ്പ് എടുക്കാൻ പോയി. പക്ഷെ അമ്മ ലീവുള്ള ദിവസം വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നും ആയിരിക്കൂല. ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഒരുപാട് കടകളുണ്ടാവും. ഞാൻ ഒരു ദിവസം സാറ്റർഡേയോ സൺഡേയോ വന്നിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചിടാലോ. ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലൊരു മന്ദിരമുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ തൊഴാൻ വേണ്ടിയിട്ട് കയറിയിന്. ഞാൻ അവിടെ തൊഴുത് രക്ഷിത അവിടെ കൈ കൊടുക്കണോ പിന്നെ അവിടെ വെക്കണോ എനിക്കൊന്നും. അപ്പോൾ അവിടെയുള്ള ഒരാൾ വന്നിട്ട് എനിക്ക് കൂടി എൻ്റെ നെറ്റി അതേപോലെ അവിടെ എനിക്ക് തീർത്ത് ഞാൻ ദക്ഷിണ അവിടെ വെച്ചിട്ട് അവരെനിക്ക് പ്രസാദം തന്നു, ലഡു. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് തൊഴുതിട്ട് പുറത്തേക്ക് വന്നു. പിന്നെ വീണ്ടും അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. അവിടെ ചെറിയ റേറ്റിനൊക്കെ ഡ്രസ്സൊക്കെ ഉണ്ട്. 80 രൂപേനോ പിന്നെ 90 രൂപേനോ എന്തൊക്കെയോ പാൻറ്റൊക്കെ കിട്ടുവേ. അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു കണ്ണട വേണമെന്ന്. പിന്നെ നമ്മൾ കണ്ണട വെക്കുന്ന ഒരു കടയിലേക്ക് പോയി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വെറൈറ്റി കണ്ണട ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് കളർ റെഡ് ആയതുകൊണ്ട് എൻ്റെ കണ്ണ് ആദ്യം റെഡ് കളർ കണ്ണടയിലേക്കാണ് പോയത്. ആ പയ്യൻ എനിക്ക് റെഡ് കളർ കണ്ണട എടുത്തു തന്നു. അത് ഞാൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ആ കണ്ണടയല്ല എടുത്തത്. ഞാൻ ഒരു ബ്ലൂ കളർ കണ്ണടയാണ് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ്